സുപ്രഭാതം കൂട്ടരെ, ഗുഡ് മോർണിംഗ്. ഇന്നൊരു പുതിയ ഒരു സാധനമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ആർക്കെങ്കിലും അറിയോ എന്താ സാധനം എന്നുള്ളത്? ഇതൊരു പൂവാണ്. ഈ പൂവ് മുരിങ്ങയുടെ പൂവാണ്. ശരിക്ക് നിങ്ങൾക്കറിയാം, നമ്മുടെ കേരളത്തിൽ, തമിഴ്നാട്ടിൽ നോക്കണ്ട, തമിഴ്നാട്ടിൽ എല്ലാ കാലത്തും മുരിങ്ങയും മുരിങ്ങക്കായും ഇതൊക്കെ സുലഭമാണ്. പിന്നെ പലതരം കെമിക്കൽസും ഹോർമോൺ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തിയിട്ട് എല്ലാ കാലത്തും കായ ഉണ്ടാകുന്ന രീതിയിലുള്ള മുരിങ്ങകളൊക്കെ അവിടെ ലഭ്യമാണ്. പിന്നെ അവിടുത്തെ കാലാവസ്ഥ അങ്ങനെയുണ്ട്. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ മിഥുനമാസമല്ല, ശരി കർക്കിടകം, മിഥുനം കഴിഞ്ഞ് കർക്കിടക മാസമൊക്കെ വരുമ്പോഴാണ് മുരിങ്ങക്കായകൾ കേരളത്തിലുണ്ടാവാൻ തുടങ്ങുക. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ കാണിച്ചു കൊടുക്കും. നമ്മുടെ വലിയൊരു മുരിങ്ങയായിരുന്നു, കണ്ടോ? അത് കൃത്യമായിട്ട് നനയും കാര്യങ്ങളും അതിനെ കറക്റ്റായിട്ട് കൊണ്ടുവരുന്നതാണ്. പക്ഷെ ഇന്നലത്തെ കാറ്റ്, കൊടുങ്കാറ്റായിരുന്നു. ഇവിടെ വെച്ച് മുറിഞ്ഞു, കാണുന്നുണ്ടോ? കട്ടായിപ്പോയി. അതാണ് സംഭവിച്ചത്. അപ്പോൾ അതിനകത്തുള്ള പൂ പറിക്കുകയാണ്. എന്നാൽ ഈ പൂവ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാണുന്നുണ്ടോ? ഈ പൂവ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് മാല കെട്ടാനോ പൂക്കളിടാനോ അല്ല. ഇതുകൊണ്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മുടെ വള്ളുവനാടൻ ഭാഷ പറഞ്ഞാൽ ഉപ്പേരി, തെക്ക് വാതിക്ക് പോകുമ്പോൾ തോരൻ എന്നൊക്കെ പറയും. ആ സാധനം വളരെ ടേസ്റ്റിയാണ്, അതിനപ്പുറം വളരെ ഹെൽത്തിയാണ്. ഈ എന്താ നോക്കിക്കൊണ്ടിരിക്കണം ഞാൻ പൊട്ടിക്ക്. അപ്പം ഇന്ന് രാവിലെ ഈ ഒരു സംഭവം കണ്ടപ്പോഴേ അങ്ങനെ വിഷമം തോന്നി. എന്തായാലും പൊട്ടിക്കിടച്ചല്ലേ, അപ്പോൾ അതിൻ്റെ പൂവെങ്കിലും ഉപയോഗിക്കാമെന്ന് കരുതിയിട്ട് രാവിലെ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ കൂടെ സഹായിക്കാൻ മക്കളെത്തിയിട്ടുണ്ട്. ഇനി കാണിച്ചു കൊടുത്താൽ അത് കാണിക്കും. ഇങ്ങനെയാണ് വരിക. അതിൻ്റെ കൊമ്പും പൂവും ഇത് കാണിക്കും. കണ്ടോ? ഇതിൽ നിന്നും ഇതുപോലെ കൊമ്പ് വരും. നമ്മൾ അതിനെ പൊട്ടിച്ചെടുത്തിട്ട് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഇല ചവിട്ടി ഇതാക്കരുത്. നമുക്ക് അതുകൊണ്ട് ഇല കൊണ്ട് ഇത് എടുക്കാൻ പറ്റും. ഇതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർ പലരും പറഞ്ഞിട്ടുണ്ട് ഇത് ഭയങ്കര കയപ്പാണ്, ഒരു വല്ലാത്ത ചൊവ്വയാണ്. അത് വരാനുള്ള കാരണം നമ്മുടെ അടുത്തേക്ക് കാണിക്കും. ഇതിൽ കണ്ടോ, ഇതുപോലെ വാടി നിൽക്കുന്ന പൂക്കളുണ്ട്, ചീഞ്ഞു പോകാനായിട്ടുള്ള, അങ്ങനത്തെ എടുക്കരുത്. പിന്നെ ചെറിയ ചെറിയ മൊട്ടുകളുണ്ട്, കണ്ടോ? ചെറിയ മൊട്ടുകൾ കാണിക്കാനുണ്ട്. ഇത് മൊട്ടുകൾ എടുക്കാൻ പാടില്ല. ഒരു അത്യാവശ്യം വിരിഞ്ഞ പൂക്കൾ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വിരിഞ്ഞ് വാടാനായിട്ടുള്ള പൂവ് എടുക്കരുത് എന്നർത്ഥം. യെസ്, നല്ലത് മാത്രം എടുക്കട്ടോ. ഞാൻ അതിൻ്റെ തണ്ട് എടുക്കരുത്. ഹലോ, ഈ പൂവിൻ്റെ തണ്ട് കണ്ടോ? ഇവിടെ വെച്ച് മുറിക്കണം. ആ തണ്ടും കായ്ക്കും, മനസ്സിലായോ? അപ്പോൾ അത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ ബാക്കി